ഞങ്ങളൊന്ന് അശ്വിനെ വിളിക്കട്ടെ. വിളിച്ചു വിളിക്കട്ടെ. എനിക്ക് പറയുന്നത് അല്ല, മിയയുടെ കുക്കിംഗ് വിശേഷം ഞങ്ങൾ ചോദിക്കത്തുള്ളൂ. ആണല്ലേ? പിന്നെ അല്ലാതെ അതിൽ കൂടുതലൊന്നും ചോദിക്കല. 3 പ്രാവശ്യം ഇങ്ങനെ വിഴുങ്ങി വിളിക്കണമെന്ന് ഞങ്ങൾക്കൊന്ന് വിളിച്ചു തരാവോ? ഫോൺ ചെയ്യുമ്പോ പുള്ളി ഏത് വിഭവമാണോ പറയാ? അപ്പൊ അതിന് വേണ്ടി ഉണ്ടാക്കിയല്ല. അല്ല, എന്തൊക്കെയോ ഉണ്ടാക്കിയത്. പുള്ളി പറയട്ടെ. പുള്ളി പറയട്ടെ. ഓക്കെ, വിളിക്കാം അല്ലേ? വിളിക്കും. പിന്നെ ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ, എനിക്ക് നല്ലത് മാത്രം വരുത്തണേ. രക്ഷപ്പെട്ടും കൊച്ചു രക്ഷപ്പെട്ടും. സാരമില്ല, നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കാം. അപ്പൊ പിന്നെ പുള്ളി ബിസി അല്ലേ? അഫ്കോഴ്സ് പുള്ളി ഒരു ബിസിനസ് പേഴ്സൺ ആണ്. അപ്പൊ പുള്ളി എത്രയായാലും ബിസി. ഭാര്യ വിളിച്ച ചാടി എടുക്കണം. വരട്ടൊക്കെ ഉണ്ടോ? അപ്പൊ ഏത് സമയമാണെങ്കിലും ഞാൻ വിളിച്ചാ മര്യാദക്ക് എടുത്തോളാം. ഇല്ല, ആക്ച്വലി പുള്ളിയാണ് എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഫോൺ പലപ്പോഴും ഞാൻ അതേ തിരിച്ചു വിളിക്കും. പേടിപ്പിച്ച ഗുണമുണ്ട് കേട്ടോ. ഹലോ, ദേ ഇവിടെ ആനി ചേച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. ഞാൻ കൊടുക്കാം. ഹലോ, ദീർഘശ്വാസം കൊടുന്നു. ഹലോ, നമസ്തേ. നമസ്കാരം. ഇവിടെ മിയ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അശ്വിന് ഭയങ്കര നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നേ, ഭയങ്കര അടിപൊളിയാണ്. എപ്പോഴും പറയും ഇന്നത് തന്നെ ഉണ്ടാക്കി തരണമെന്നൊക്കെ പറയുന്നത് നേരാന്നോ? അടിപൊളി കുക്കാന്നോ? ഇത് ഞാൻ ഫോൺ ചെയ്യുമെന്നും ഇന്നതുപോലെയൊക്കെ പറയണമെന്നുള്ള പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചാന്നോ പോന്നേ? നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അല്ലാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മിയ അല്ല, ഞങ്ങളെ എന്നാ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഞാൻ സത്യം പറഞ്ഞ ചുമ്മാട്ടോ. മിയയുടെ പരദൂഷണം കേൾക്കാനോ കുറ്റം പറയാനോ ഒന്നും അല്ല വിളിച്ചേ. ഫാമിലി ആയിട്ട് വരേണ്ട ഒരു ഷോയില് അശ്വിനെ കണ്ടില്ല, അതുകൊണ്ട് മാത്രം ഒന്ന് വിളിച്ച് ക്ഷേമം അന്വേഷിച്ചേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോ വരണേ. ഡെഫിനറ്റ്ലി. അതായത് പിന്നെ ഞങ്ങൾ കുറച്ച് വഴക്കൊക്കെ കൊടുത്തു. നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചിട്ടില്ല അന്നൊക്കെ പറഞ്ഞു. കോവിഡിന്റെ പേരിലൊക്കെ ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അതിലൊന്നും പരാതി 2 അടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഭാര്യയ്ക്ക്. അതെ. അയ്യോ, സത്യം പറഞ്ഞു. നീ കുറച്ചുകൂടെ ഞാൻ വർത്താനം പറഞ്ഞതല്ല, എല്ലാം സത്യം പുറത്തു വരുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവരാത്തത്. ബട്ട് സ്റ്റിൽ വെരി നൈസ് ടു മീറ്റ് യു. അടുത്ത പ്രാവശ്യം വരണം കേട്ടോ. എന്ത് ആഹാരം ഇഷ്ടപ്പെട്ടത്? ഓക്കെ. അശ്വിൻ ആക്ച്വലി ഏത് ആഹാരം ഇഷ്ടപ്പെട്ടെന്ന് മിയ ചോദിക്കാൻ പറഞ്ഞു. മിയ ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആഹാരം ഏതായിരുന്നു? പനീർ ഉണ്ടാക്കിയായിരുന്നു, നല്ലായിരുന്നോ? പക്ഷെ മിയ പറഞ്ഞത് ഇവിടെ വേറെ ഏതാണ്ടാ, ഒരു ചിക്കൻ കറി. ചിക്കൻ കറിയുടെ കഥ എവിടെ പറഞ്ഞപ്പോ ഞാൻ വെജാ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നല്ല സന്തോഷമുണ്ട് വർത്താനം പറയാൻ. അടുത്ത പ്രാവശ്യം ഷോയിലേക്ക് വരണം കേട്ടോ. മോനെയും കൂടെ കൊണ്ടുവരണേ. ഓക്കെ, താങ്ക് യു. Cook with love.